മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് പൂർവികന്മാരായ അമ്പിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ മഹ്ശറയില് ചില ആളുകൾ വരും, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ പലരും പല കാരണങ്ങൾ പറയും. ഒരാൾ പറയും, പടച്ചോനെ ഞാൻ ദണ്ണത്ത് കിടക്കുകയായിരുന്നു, എനിക്ക് അസുഖമായിരുന്നു, നിനക്കറിയാലോ, അതുകൊണ്ട് രോഗം കാരണമായി അസുഖത്തിൽ കിടന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല പറയും, നീ എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണ് എനിക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം അസുഖത്തിൽ കിടന്നു. തൊട്ടാൽ വേദനയാണ് അസുഖം, ബുദ്ധിമുട്ടായി. ഭാര്യമാരൊക്കെ പിരിഞ്ഞു. റഹ്മത്ത് ബീവി എന്ന യൂസുഫ് നബിന്റെ പേരക്കുട്ടി മാത്രം ബാക്കിയായി, ബാക്കിയുള്ളവരെല്ലാരും പിരിഞ്ഞു. അതിനേക്കാൾ വല്ല ദണ്ണൊന്നും എനക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. വേറൊരാള് വരും, അള്ളാഹു അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഇജന്റെ ഇബാദത്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോ അവൻ പറയും, പഠിച്ചോനെ ഞാൻ ബിസിനസ്സുകാരനായിരുന്നു, എനിക്ക് കുറെ കച്ചവടവും കാര്യവും കുറെ മുതലും തോട്ടും പറമ്പൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു പറയും, നീ എൻ്റെ അടിമയായ സുലൈമാൻ നബിയേക്കാൾ മുതലാളിയായിരുന്നോ? രാജ്യം ഒരുമിച്ച് ഭരിച്ചാള്, ലോകം ഭരിച്ചാള്, ലോകം മൊത്തം ഭരിച്ച 4 ആൾക്കാരെ ആകുള്ളൂ. അതിലൊരാളാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. നീ എൻ്റെ അബ്ദായ സുലൈമാനേക്കാൾ മുതലാളിയാണോ എന്ന് ചോദിക്കും. അതിലോൻ പറയും, അതിലയാൾ പറയും, അല്ല, സുലൈമാൻ നബിയേക്കാൾ വല്ല മുതലാളിയൊന്നുമല്ല. ഈ കാലത്ത് ഇന്ത്യങ്ങള് ഈ കാലത്ത് ജീവിച്ച ഒരാള് നാളെ മഹ്ശറയിൽ വരുമ്പോ ഇതെന്താടാ പെരപ്പണിക്ക് ലോൺ എടുത്തതെന്ന് ചോദിച്ചുമ്പോ, പഠിച്ചോൻ എന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പൊ എങ്ങനെയാ നടക്കുക എന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല പറയും, ഇജ്ജ് ജീവിച്ചിരുന്ന ആ കാലത്ത് മെയ്തി മുട്ടിയോലേര് എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നില്ലേ വളാഞ്ചേരി അടുത്ത അത്തുപറ്റേല്. എന്താ ഇക്കാരം മറുപടി എന്നാണ് ആലോചിക്കേണ്ടത്. അള്ളാഹുവേ, ഞാൻ ഗൾഫിലായിരുന്നോണ്ടായിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഗൾഫത്തെ കാര്യം പഠിച്ചോനെ എനിക്ക് അറിയാലോ. ഒരു റൂമിൽ 8 ആൾക്കാരും മേലക്കുമേലെ ഇക്കാരം, അവിടെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്, അതുകൊണ്ടേ ഞാൻ ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ ചെയ്യുമെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഒരു മെയ്തി മുട്ടിയോലേര് എന്ന് പറഞ്ഞിട്ട് ആൾ ജീവിച്ചിരുന്നു, ആ കാലത്ത് അല്ലേ ഇജ്ജ് ഗൾഫിൽ നീന്നതെന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി? ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധമായ ശരീഅത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ജീവിച്ച് കാണിച്ച ആളാണ് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് നമ്മൾ ചുരുക്ക പേരിൽ പറയുന്ന മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പേരാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ചില പേരുകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അബൂബക്കർ എന്ന പേരിനൊരു പ്രത്യേകത ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടതാണെങ്കിൽ കേട്ടോ, നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു 4ഓ 5ഓ വീടുകൾ ഇങ്ങനെ നോക്കിയാൽ ഒരാളെ പേര് മുഹിയുദ്ദീനേക്കാരം, അല്ലെങ്കിൽ മെയ്തീൻ കുട്ടിയേക്കാരം, അല്ലെങ്കിൽ മൊയ്തുയേക്കാരം, അല്ലെങ്കിൽ കുഞ്ഞീദീനേക്കാരം. ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. മൊയ്തു എന്ന് പറഞ്ഞാലും മെയ്തീൻ കുട്ടി പറഞ്ഞാലും കുഞ്ഞീദീൻ പറഞ്ഞാലും സാധനമൊക്കെ മുഹിയുദ്ദീനാണ്. ഇനി നമ്മൾ പേരൊക്കെ ഉഷാറാക്കിയിട്ടിടും, മുഹിയുദ്ദീൻ എന്നൊക്കെ പേരിടും, പക്ഷെ ആള് മീദീനാകാണ്. പേര് കേട്ടാ മുഹമ്മദാണ് ജീവിതം കൊണ്ട് നോക്കിയാല്. മുമ്പ് അങ്ങനെയല്ല, പേരിടുമ്പോ ഒന്ന് ചുരുക്കിയിട്ട് ലേശം ഒന്ന് കുറച്ചിട്ട് വലിയ മുഹമ്മദ് എന്നിടുന്നതിന് പകരം കുഞ്ഞു മുഹമ്മദ് എന്നൊക്കെ ഇടും. അങ്ങനെ പേരിടുമ്പോ അങ്ങനെ ഇട്ടിരുന്നു. പക്ഷെ ആള് വലിയ മുഹമ്മദ് നല്ല ഉഷാറായിട്ട് സുന്നത്തും ഫർദൊക്കെ ശരിക്കും പാലിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നു. നമുക്ക് പേരിടുന്നോടത്ത് കുറവൊന്നുമില്ല, ആളതിനനുസരിച്ച് ആകണില്ല എന്നുള്ളതാണ്. അപ്പൊ ആ പേരിനൊരു പ്രത്യേകത ഉണ്ട്. ഗൗസുൽ ആദമിന്റെ പേരാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മരം വെട്ടുകാരന്റെ മോന് വലിയാവാൻ പറ്റും എന്നതിന്റെ തെളിവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ്. സ്കൂൾ മാഷ മകന് വലിയാവാൻ പറ്റും എന്നതിന്റെ തെളിവാണ് അത്തിപ്പറ്റം ഇതിവിട്ടൂരിയർ. അള്ളാഹുവരുടെ ദർജ ഉയർത്തട്ടെ, നമ്മളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് തരട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദവിന്റെ വാപ്പ മരം വെട്ടുകാരനാണ്. കാട്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ജംഗി ദോസ്ത് എന്ന് പേരുള്ള ആളാണ്. കാട്ടിന്റെ സുഹൃത്ത്, കാട്ടിന്റെ സഹോദരൻ എന്നാണ് അതിന്റെ അർത്ഥം. കാട്ടിൽ പോകും, മരം മുറിക്കും, വിറകാക്കും, അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും. കിട്ടിയ പൈസയിൽ നിന്ന് ആവശ്യത്തിനുള്ള റൊട്ടി വാങ്ങും, ബാക്കി സ്വതക്ക കൊടുക്കും. കാട്ടിലേക്ക് മടങ്ങിപ്പോകും, ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടും. ഒരു ദിവസം ഇങ്ങനെ കാട്ടിലെ ഒരു പുഴയുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുഴയിൽ നിന്ന് ഒരു അത്തിപ്പഴം കിട്ടി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു. ചില നിമിത്തങ്ങൾ എന്നേ അതിനെപ്പറ്റി പറയാനുള്ളൂ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു. കഴിച്ചതിന് ശേഷം പടച്ചോനെ ആരതായിരിക്കും ഈ അത്തിപ്പഴം, അതിന്റെ മുതലാളിക്ക് ഇഷ്ടമുണ്ടോന്നാവോ ഒന്ന് തെരഞ്ഞു പോയി നോക്കാൻ തീരുമാനിച്ചു. ഒരു അത്തിപ്പഴം അങ്ങാടി ഇങ്ങനെ പോരുമ്പോ ആരാന്റെ പറമ്പെന്ന് മൂച്ച് റോട്ടിക്ക് ചാഞ്ഞിക്കുണ്ട്. അയിമന്ന് മാങ്ങ വീണടക്കുന്നുണ്ട്. പച്ചമാങ്ങ എടുത്തുണ്ടെങ്ങാണ്ട് കുമ്മളരച്ചിങ്ങാണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാനൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഹലാലായിരിക്കാം, കാരണം അതിന്റെ ഉടമസ്ഥന് തൃപ്തിയുണ്ട് എന്ന് ഗലബത്തുൽ തന്നെ ഉണ്ടായാല് സംഗതി ഹലാലാവും. അതിന്റെ ഉടമസ്ഥന് തൃപ്തി ഉണ്ടാകുമെന്ന അമിതമായ തോന്നലുണ്ടായാൽ ഹലാലാവും. പക്ഷെ തൊയ്യിബായിക്കൊള്ളണമെന്നില്ല. ഭക്ഷണം ഹലാലായതുകൊണ്ട് കുട്ടികൾ നേരാവൂല, ഭക്ഷണം തൊയ്യിബായാലേ കുട്ടികൾ നേരാവുള്ളൂ. അതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ഭക്ഷണം ഹലാലായാൽ പോരാ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി. കുറെ ദൂരം ചെന്നപ്പോ പുഴയിലേക്ക് അത്തിമരം ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. പുഴയിലേക്ക് അത്തിമരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കണ കണ്ടു. അയിമ തിന്ന അതേമാതിരത്തെ അത്തിപ്പഴങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ അത്തി മുതലാളിയുടേതാണ് ഞാൻ കഴിച്ച അത്തിപ്പഴം എന്ന് മനസ്സിലായി. അത്തി മുതലാളിനോട് ചെന്നിട്ട് പറഞ്ഞു, മുതലാളിയെ, അദ്ദേഹം മോശക്കാരനൊന്നല്ല കേട്ടോ. ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ രണ്ടാളും മോശക്കാരാവാൻ പാടില്ല. നമ്മളാരത്തേക്കും വരൂല. വന്നോ കുടുങ്ങിയല്ലോ, വരൂല. അത്തി മുതലാളിനെ സമീപിച്ചിട്ട് പറഞ്ഞു, മുതലാളി, നിങ്ങളെ അത്തി വന്ന് പുഴയ്ക്ക് വീണ ഒരു അത്തിപ്പഴം ഞാൻ കഴിച്ചു പോയി, അറിയാതെ പെട്ടതാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അത്തി മുതലാളി ചില്ലറക്കാരനായതുകൊണ്ട് ഇയാളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് മനസ്സിലായി. മുതലാളി പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെടൂല. അത് പൊരുത്തപ്പെടണമെങ്കിൽ 3 കൊല്ലം എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യും വേണം. ആ 3 കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും വേണമെന്ന് പറഞ്ഞു. നമ്മളോടാണ് ഈ പറയില്ല കേട്ടോ, കാരണം നമ്മളതിന് കിട്ടൂലെന്ന് മുതലാളിക്കറിയാം. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ സ്ഥാനത്ത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കാണ്. ഞാനാന്ന് വിട്ടുക, സാലിം വൈദ്യാന്ന് വെച്ചോളൂ. സാലിം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ അത്തിപ്പഴത്തിന് പകരം വേറെന്തേലും വലിയൊരു സാധനം കൂട്ടിക്കൂടി. അത്തിപ്പഴക്ക് ചെറിയ സാധനല്ലേ, കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ആനമുടുക കിട്ടി. അത് തിന്നു. അത് തിന്നിട്ട് ഇങ്ങനെ ആന മുതലാളിനെ ഇങ്ങനെ തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ ആന മുതലാളിനെ കണ്ടു. മുതലാളിയെ, ഞാനൊരു ആനമുടുക തിന്നു, നിങ്ങൾ എനിക്ക് സങ്കല്പാണ് കേട്ടോ, സങ്കല്പിക്കുമ്പോ ആനമുടുകൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ തിന്നു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നു. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നാണ്. മുതലാളി പറഞ്ഞു, പൊരുത്തപ്പെടുകയൊക്കെ ചെയ്യാം, 3 കൊല്ലം എന്റെ ആനനെ നോക്കും വേണം, ആ 3 കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും വേണം എന്ന് പറഞ്ഞാൽ എന്തേക്കാരൻ മറുപടി, എന്നാലേ തൽക്കാലം നിങ്ങളത് പൊരുത്തപ്പെടണ്ടാറി. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മറ്റേ കുട്ടികളെ അമ്മക്കാർക്കും ഉണ്ടാവണമില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാരത്തെ കുട്ടികളെ അമ്മക്കാർക്കും ഉണ്ടാവണമില്ല. കാരണം എന്തേ, നമ്മള് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിങ്ങാണ്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വിൽക്കുകയാണ്. ഇതാണ് നമ്മളെ പരിപാടി. സാധനം ഇറക്കിയത് ചൈനയിൽ നിന്നാണ്, സ്റ്റിക്കർ ജപ്പാന്റേതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ നേരാവാത്തതിന്റെ കാരണം, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ 3 കൊല്ലം അവിടെ ജോലി ചെയ്തു. ആ 3 കൊല്ലം മൂപ്പര് പറഞ്ഞ മാതിരിയൊക്കെ കേൾക്കും ചെയ്തു. മൂപ്പരെ മോളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി. എന്താ പറയാൻ കാരണം,
വരംവെട്ടുകാരന്റെ മക്കൾക്കും വലിയാവാനൊക്കെ പറ്റും. എന്നിട്ട് അങ്ങനെ പോരുമ്പോ വണ്ടിന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഉദവിന്റെ ഒരു പ്രസംഗം അങ്ങനെ കേട്ടു. ഉമറാക്കളിലെ വലിയാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി, ചമ്മാട് ബാപ്പുട്ടിയാജി. ഉലമാക്കളിലെ വലിയ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. വലിയങ്ങനെ കുറച്ച് വിവരങ്ങളൊക്കെ വേണം, അത് ശരിയാണ്. ഉമറാക്കളിലെ വലിയാണ് ബാപ്പുട്ടിയാജി എന്ന് ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാ മൂപ്പര പ്രസംഗത്ത് കേട്ടെ. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാൽ നമുക്കും പറയാലോ. ഉമറാക്കളിലെ വലിയായിരുന്നു.